എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ശിവരാത്രിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പൂരം അതാണ്. ശിവൻ്റെ അമ്പലമാണ് അടുത്ത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശിവരാത്രിയാണ് ആഘോഷം. അപ്പോൾ ഗസ്റ്റൊക്കെ നാളെ വരും. അപ്പോൾ തലേ ദിവസം രാത്രിയിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ശിവരാത്രിയുടെ മോർണിംഗിലെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എൻ്റെ മോൻ ഇന്ന് വരും. ശിവരാത്രിയുടെ അന്നാ വരിക. അവന് ജോലിയാണ് ബാംഗ്ലൂർ. അപ്പോൾ അന്നേക്കേ ലീവ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് വരും. പിന്നെ അമ്മ, ആങ്ങള, ഭാര്യ, കുട്ടികൾ, അനിയത്തി, കുട്ടികൾ അവരൊക്കെ വരും. അപ്പോൾ ഇത് രാത്രിയിലെ ശിവരാത്രിയുടെ തലേ ദിവസത്തെ രാത്രിയിലെ അമ്പലത്തിലെ ഡാൻസ് പ്രോഗ്രാമിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ എടുത്തതാണ് കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു 10-11 മണിയായി. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു. പിന്നെ ഉറങ്ങി. രാവിലെ പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 5:30 മണിക്ക് തന്നെ എണീറ്റു. ഭക്ഷണം രാവിലത്തെ ഉണ്ടാക്കിയാൽ മതി. ബാക്കി ഉച്ചയ്ക്കുള്ളത് ഓർഡർ ചെയ്തിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ഒരിക്കലല്ലേ, ശിവരാത്രി ഒരിക്കലാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ ഉച്ചയ്ക്കുള്ള എന്തായാലും വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞാൻ ഏട്ടനെയും കൂടി ഒപ്പം തുണക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുറ്റമൊക്കെ അടിച്ചു. പിന്നെ തുണിയൊക്കെ കഴുകുക. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസൊക്കെ നന്നായിട്ട് ഒന്ന് സ്ക്രബ്ബർ എടുത്ത് ഉരച്ച് കഴുകുകയൊക്കെ ചെയ്തിട്ടാണ് അതിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ ചായ വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അടുക്കളയിലേക്ക് വരിക. ഇന്ന് പുതിയൊരു കാഴ്ച ഉണ്ട്. ഇന്നൊരു കാഴ്ചയല്ല, ഇന്ന് കുറേ കാഴ്ചകളും പുതിയതാണ്. ഞാൻ പുറത്ത് ഇങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് തൽക്കാലം ഇന്നേക്കും മാത്രം കേട്ടോ. എല്ലാവരും വരുമ്പോൾ വെള്ളം വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഗ്യാസ് ഒരുപാട് കത്തിത്തീരില്ല. അപ്പോൾ വെള്ളം മാത്രം പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടനെ കൊണ്ട് രാവിലെ നീട്ടുകൊണ്ടേ തന്നെ ഇത്തിരി വെള്ളം വെച്ചേയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും മോളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ തൊട്ടടുത്താണ് അമ്പലം. അതുകൊണ്ടാണ് മോള് വണ്ടി എടുത്തത്. വണ്ടിയിൽ പിന്നെ പൂവണ്ടി ഇരുന്നില്ല എന്നായിട്ടോ. തിരിച്ചു വരാൻ ഭയങ്കര ബ്ലോക്കായി. കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 10 അടി നടക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഇനി വന്നിട്ട് കിച്ചണിലേക്ക് കയറാൻ നേരം വഴുകണ്ട, നടന്നിട്ട് എന്ന് ചോദിച്ചിട്ട് വണ്ടി എടുത്ത്. പിന്നെ ഞാൻ തിരിച്ചു പോരുമ്പോൾ ഞാൻ നടക്കുക തന്നെ ചെയ്തു കേട്ടോ. രണ്ടാൾക്കൊന്നും മോൾക്ക് അത്രയുണ്ട് ബാലൻസ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ നടന്നു പോന്നു. ഭയങ്കര ബ്ലോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ മോള് പിന്നെ ഏട്ടൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് ഏട്ടൻ വണ്ടി ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അപ്പം ഞാനും മോളും കൂടി ഇങ്ങോട്ട് നടന്ന് പോരുകയും ചെയ്തു. പിന്നെ വീട്ടിൽ വന്ന ഉടനെ ഞാൻ വേഗം ഇഡ്ഡലി വെച്ചു. പിന്നെ വരുന്നവർക്കൊക്കെ നാരങ്ങ ഉണ്ടാക്കാൻ ഇന്നലെ കൊടുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ കവറിലിരിക്കുകയാണ്. ഒന്നും ഒഴിച്ചു വെച്ചിട്ടില്ല. അമ്പലത്തിൽ പോയി വന്നപ്പോൾ 11 മണിയൊക്കെ ആയില്ല. പിന്നെ ഒക്കെ അവിടെ തന്നെ വെച്ച് പോയി കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയൊക്കെയാണ്. അപ്പോൾ രാവിലത്തെ തിരക്കിൽ വീഡിയോ ക്യാമറ തലതിരിഞ്ഞിട്ടാണ് കേട്ടോ ഇതിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇത് ഇടുന്നത്. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ രാവിലെ തന്നെ അത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ വലിയൊരു പാത്രത്തിൽ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ശേഷം ബാക്കി ഇത്രയും വലിയ പാത്രം ഫ്രിഡ്ജിലിരിക്കില്ലല്ലോ. അപ്പോൾ അത് ഉള്ളിൽ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ പോയതാണ്. ചട്നി അരയ്ക്കുന്നു. സാമ്പാറൊന്നും വെക്കണില്ല. അമ്പലത്തിൽ ഒരുപാട് ലൈൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ളിൽ കടന്ന് തൊഴുത് വന്നപ്പോഴേക്ക് 8:45 7 മണിക്ക് പോയതാണ്. അപ്പോൾ പിന്നെ സാമ്പാർ ഇപ്പോൾ വെക്കേണ്ട, വേഗം ഇഡ്ഡലിയും ചട്നിയും കൂടിയിട്ടാണ് കഴിച്ചത്. പിന്നെ ഏട്ടനുള്ള ഇല പൊട്ടിച്ച് വന്നതാണ്, പേരയുടെ തളിരില. അത് ഏട്ടന് വെള്ളം ഉണ്ടാക്കി വെക്കണം. ഏട്ടൻ ഈ സമയത്ത് അമ്പലത്തിൽ പോയിരിക്കുകയാണ്, വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയും ചട്നിയും ചായയും കൂടി ഞങ്ങൾ കഴിച്ചു. പിന്നെ ഏട്ടൻ വന്നിട്ടാണ് ഏട്ടന് കൊടുത്തില്ല. മോൻ ഉച്ചയുടെ അടുത്താണ് എത്തുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാലും അവന് ഭക്ഷണം രാവിലത്തെ ഇഡ്ഡലിയും ചട്നിയും കരുതണം. അവൻ കഴിക്കാതെ വന്നിട്ട് കഴിച്ചോളാം എന്നാണ് പറഞ്ഞത്. പിന്നെ വന്ന് കുളിച്ചിട്ട് ഒന്ന് അമ്പലത്തിൽ പോവാം, അപ്പോൾ ഉണ്ടാക്കി വെച്ചോളാം വിളിച്ചു പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് മതി മോനും ഉണ്ടാക്കലെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനും മോളും മാത്രം ആദ്യം വന്നു. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വന്നതിന് ശേഷം പിന്നെ ഇഡ്ഡലിയും ഇതൊക്കെ കഴിക്കുകയാണ്. ഇഡ്ഡലി, ചട്നി, ചായ. മോൾക്ക് പിന്നെ ചായ വേണ്ട, ഞാൻ മാത്രമാണ് ചായ. അപ്പോൾ എല്ലാ വീഡിയോയും എഡിറ്റ് ചെയ്യണ നേരത്താണ് കേട്ടോ. നോക്കുമ്പോൾ എല്ലാം തലതിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് സാരമില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മോൾക്ക് ഇഡ്ഡലിയാണെന്ന് പറഞ്ഞപ്പോൾ അത്ര പിടുത്തമില്ല. അപ്പോൾ അവൾക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട്.
ഞാൻ എന്തായാലും ഇഡ്ഡലി തന്നെ കഴിച്ചു. ബാക്കി ഇഡ്ഡലി അവിടെ വയ്ക്കാമല്ലോ, ഏട്ടനൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഡൈനിങ് ടേബിളും ഇതൊക്കെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ശിവരാത്രിയുടെ മോർണിംഗ് വിശേഷങ്ങൾ. കുറച്ച് ഇന്നലത്തെയും കുറച്ചുണ്ട്, പിന്നെ ഇന്നത്തെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് തലതിരിഞ്ഞ് ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.